ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു സ്വീറ്റ് റെസിപ്പി ആട്ടോ ഞാൻ ഷെയർ ആക്കുന്നത്. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ഒരു പാക്കറ്റ് ബ്രെഡ് സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഞാൻ ഇത് സെറ്റാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണുള്ളത് അത് വെച്ച് സെറ്റാക്കാം. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട്, പഴം, പിന്നെ മാങ്ങ, ഉറുമാമ്പഴം, പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കുക. കറക്റ്റ് ഇപ്പോൾ ഞാൻ ഒഴിച്ചത് ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ. ആ ഒരു പാക്കറ്റ് പാലും അതിലേക്ക് ആവശ്യത്തിന് മധുരം, ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങളിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ഏലക്കാപ്പൊടിയും കൂടി ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക. പിന്നെ നല്ല മിക്സായി വന്നതിന് ശേഷം നമ്മൾ 2 സ്പൂണ് കോൺഫ്ലവറും കുറച്ച് പാലിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങളിൽ കണ്ടൻസ് മിൽക്കിന് പകരം കസ്റ്റാർഡ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും വളരെ നന്നായിരിക്കും. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളത്. എൻ്റെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കോൺഫ്ലവർ ചേർക്കുന്നത്. കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോൾ വാനില എസൻസും കൂടി ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് യൂസ് ചെയ്തെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചും കൂടി ഒരു പൊടിക്ക് മാറ്റം സംഭവിക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും മാറിക്കിട്ടും കേട്ടോ. പക്ഷെ ഞാനിതിൽ ഐസ്ക്രീം ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ കസ്റ്റാർഡ് ഒഴിവാക്കിയത്. നിങ്ങളുടെ അടുത്ത് ഐസ്ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ കസ്റ്റാർഡിൻ്റെ മിക്സ് തയ്യാറാക്കിയിട്ട് ചെയ്തെടുക്കുക. 2 ചെയ്താലും നല്ല ടേസ്റ്റിയാണ്. അപ്പം കസ്റ്റാർഡ് ഇല്ലയെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കരുത്. അപ്പം നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഇത് ആദ്യം നല്ലവണ്ണം മിക്സ് ചൂടാറി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്തതാട്ടോ ഞാൻ. എന്നിട്ട് ആദ്യം നമ്മളൊരു ബ്രെഡിൻ്റെ പീസ് എടുക്കുക. അതിലേക്ക് നമ്മളിതാ ഉണ്ടാക്കി വെച്ച പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതായത് ബ്രെഡ് നല്ലവണ്ണം സോക്കാവുന്ന കോലത്ത് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുക. 1 1.5 സ്പൂൺ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക. ബ്രെഡ് നല്ല സോക്കാവണം. അതിന് ശേഷം നമ്മൾ ഐസ്ക്രീം ഉണ്ടല്ലോ അതും കൂടി മേലെ വെച്ച് കൊടുക്കുക. ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ പറഞ്ഞത് ഐസ്ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡർ വെച്ച് ചെയ്ത അത് മതി. ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റാണ്. ഐസ്ക്രീം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഐസ്ക്രീം വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ഓരോ ഫ്രൂട്ട്സ് ഇല്ലേ അത് ഓരോന്നും കുറേശ്ശെ ആയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഈ 4 ഫ്രൂട്ട്സാണ് ഉപയോഗിച്ചത്. നിങ്ങളുടെ അടുത്ത് ഒന്നേ ഉള്ളതെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇത് അതായത് പെട്ടെന്ന് വയറ് ഫില്ലാവും, കാണുമ്പോലെയല്ല നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഈ ഫ്രൂട്ട്സൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ഒരു ബ്രെഡും കൂടിയും വെച്ച് കൊടുത്തിട്ട് പിന്നെയും ആ പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം ബ്രെഡ് നല്ലവണ്ണം സോക്കാവണ കോലത്തിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു പൊടിക്ക് ഭംഗിക്ക് കുറച്ചും കൂടി ഐസ്ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെറീസ് ആയാലോ അതല്ല ഇനി ഫ്രൂട്ട്സ് മതിയെങ്കിലോ എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാൻ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ടാണ് ഞാൻ ചേർത്തത്. അപ്പോൾ ഇതാ കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റിയാണ്. നല്ല വയറ് പെട്ടെന്ന് ഫില്ലാവുകയും ചെയ്യും, കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ഞാനിതാ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, സിമ്പിൾ സ്റ്റെപ്പുമാണ്. കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യും, വിശപ്പ് മാറുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.